2, 3, 4. പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി. എല്ലാരും പറയില്ലേ നല്ല പാല് പോലെ ഇരിക്കുന്ന കൊച്ചെന്ന്. അതെ, വരുന്നതിന് മുമ്പ് പാലും പഴവും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചു. അങ്ങനെയായിരുന്നല്ലേ? വീണ ഇങ്ങനെ തരുമ്പോ നമുക്കൊന്ന് കേറി കേറി എനർജി ആയി പോവാം. മീര ജാസ്മിന്റെ ആദ്യത്തെ സിനിമ ഇറങ്ങുന്നത് 2001 ആ സമയത്ത് അശ്വിന്റെ പ്രായം എത്രയായിരുന്നു? ജനിച്ചിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ? ഒരു സുന്ദരിയായ 8 വയസ്സ്. മീര ജാസ്മിന്റെ കൂടെ അഭിനയിച്ച ആൾക്കാർ എടുത്ത് നോക്കിയാൽ മമ്മൂക്ക, ലാലേട്ടൻ, അതിനുശേഷം അടുത്ത നായകൻ ആര് എന്നുള്ള ചോദ്യത്തിന് അശ്വിൻ ജോസ് എന്നാണ് ഉത്തരം വന്നേക്കുന്നത്. ഇത് കണ്ട് ധൈര്യം വന്നു. കുറെ പേരെ പോയി കേട്ടിട്ടല്ലേ? എനിക്ക് ഫസ്റ്റ് ലവ് ലെറ്റർ കിട്ടുന്നത് എൻ്റെ 7th സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ്. എനിക്ക് ലെറ്ററാണ് കിട്ടിയത്. ലെറ്റർ കിട്ടുമ്പോൾ നെഞ്ചത്ത് ഇങ്ങനെ ഡും 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 ഡും. മറ്റേ എന്റെ കരളിന്റെ കരളായ പൊരുളെ സ്ഥാനായിരുന്നു. ഇംഗ്ലീഷിലായിരുന്നു. ഇവർ ഇംഗ്ലീഷ് മീഡിയം കുട്ടികളാണല്ലോ. ഓക്കെ, ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് കേട്ടോ. കണ്ടു ഞാനൊരു പെൺകിളിയെ, ഇളം നീല നിറത്തിലൊരമ്പിളിയെ. അങ്ങനെ ഒരു കെയറേഷ്യായിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു. മുത്ത് കഴിച്ചോടാ, പല്ല് തേച്ചോടാ, അങ്ങനെയുള്ള ഉണ്ടായിട്ടുണ്ട്. നമ്മുടെയൊക്കെ ഒരു പ്രണയകാലം ഉണ്ടല്ലോ, അതിൽ എന്തൊക്കെയാണ് ഓർമ്മ വന്നത്? അപ്പത്തേക്ക് ഞാൻ ഓർത്തു ടൈം കിട്ടും എനിക്ക്. ഇപ്പം മീര ജാസ്മിൻ ആണ് ഓപ്പോസിറ്റ് എന്നൊക്കെ പറയും. മീര അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് വീട്ടിൽ ചെയ്തിട്ട് മറ്റേ വീഡിയോ കോൾ ചെയ്തിട്ട് വൈഫ്, അപ്പൊ അവള് ഗൾഫിലാണ് വർക്ക് ചെയ്ത്, അപ്പത്തേക്കും വീഡിയോ കോൾ ചെയ്തിട്ട് ഹീറോയിൻ എന്ന് പറഞ്ഞ അവള് ഭയങ്കര സന്തോഷം. എല്ലാരും ഭയങ്കര ഹാപ്പി. സ്മാർട്ട് ഫോൺ ചൂസ് ചെയ്യുമ്പോൾ കേരളത്തിൽ ഒരു ഒറ്റ എക്സ്പെർട്ടേ ഉള്ളൂ, ഓക്സിജൻ, ദ സ്മാർട്ട് ഫോൺ എക്സ്പെർട്ട്. മീര ജാസ്മിൻ ആൻഡ് അശ്വിൻ ജോസ്, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. വന്നപ്പോൾ തന്നെ നമ്മളിപ്പോൾ നിലവിലെ ഒരു രാവിലെ തൊട്ട് ഇന്റർവ്യൂ തുടങ്ങി 10-20 ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു. അപ്പോൾ ഓരോ തവണ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ സിനിമയുടെ പേര് പോലെ തന്നെ നമ്മൾ പറയില്ലേ, നല്ല പാല് പോലെ ഇരിക്കുന്നു, നല്ല പഴം പോലെയാ കൊച്ചിരിക്കുന്നതെന്ന്. അങ്ങനെയല്ലേ ഈ മീര ജാസ്മിൻ വന്നപ്പോൾ തൊട്ടിരിക്കുന്നത്? എങ്ങനെ ഇങ്ങനെ സാധിക്കുന്നേ? അതെ, വരുന്നതിന് മുമ്പ് പാലും പഴവും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചു. അങ്ങനെയായിരുന്നല്ലേ? എന്തോ എന്റെ ഇന്റർവ്യൂവിന് വേണ്ടി പഠിച്ചിട്ടുണ്ട്. ഇന്റർവ്യൂ ആയതുകൊണ്ട് പ്രത്യേകിച്ച് അത് കഴിച്ചു കഴിഞ്ഞാൽ ഇതിനെ പറ്റി സംസാരിക്കാനുള്ള എനർജി കിട്ടും. മീര ജാസ്മിന്റെ ആദ്യത്തെ സിനിമ ഇറങ്ങുന്നത് 2001 ആ സമയത്ത് അശ്വിന്റെ പ്രായം എത്രയായിരുന്നു? ഒരു ജനിച്ചിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ? 6 വയസ്സ്, 6-7. അല്ല, ആ സമയത്ത് നമ്മളിങ്ങനെ സിനിമയെ കണ്ട് അയ്യോ എന്തൊരു സുന്ദരിയായ ഒരു കുട്ടി എന്ന് ആലോചിച്ച ആള് അവസാനം നമ്മുടെ സ്വന്തം സിനിമയിലെ നായികയായിട്ട് വരുമെന്ന് എപ്പോഴെങ്കിലും സ്വപ്നത്തിൽ ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നോ? ഞാൻ അന്ന് കണ്ടിട്ടുണ്ട്, ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഒരിക്കൽ എന്റെ ഹീറോയിൻ ആവുന്ന തന്നെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അത് ആ സമയത്ത് നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ദൈവം കറക്റ്റ് ആയിട്ട് നമുക്ക് കൊണ്ട് കറക്കി തരുമെന്ന് പറയും. എന്നാലും എനിക്കിങ്ങനെ ചോദിക്കാതിരിക്കാൻ പറ്റുന്നില്ല, ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താ? വീണയെ പോലുള്ള ആളുകളെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പം ആ പോസിറ്റീവ് എനർജി കിട്ടും. ആണല്ലേ? പക്ഷെ എന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ സാധിക്കാറില്ലല്ലോ. ഞാൻ ടി വി കൂടെ കാണാറുണ്ട്, അപ്പൊ ആ എനർജി ഇങ്ങനെ എടുക്കാറുണ്ട്. ആണല്ലേ? ആ എനർജി എടുക്കാറുണ്ട്. താങ്ക് യു സോ മച്ച്. അല്ല, ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, അതായത് പ്രായം കൂടുതലുള്ള ഒരു പെൺകുട്ടിയെ പ്രണയിച്ച് കല്യാണം കഴിക്കുന്ന പ്രായം കുറവുള്ള ഒരു ചെറുക്കൻ. ഈ കാര്യം പറയുമ്പോഴത്തേക്കും ഇന്ത്യക്കാരുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന 2 മുഖങ്ങളുണ്ട്. ആരൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? കറക്റ്റ്, സച്ചിൻ ടെണ്ടുൽക്കറും അഞ്ജലിയും. അതിനുശേഷം നിങ്ങൾ എന്നുള്ള ഒരു ഉത്തരമാണോ ഇനി മലയാളികൾ പറയാൻ പോകുന്നതെന്നുള്ളതാണ് എന്റെ ഒരു സംശയം. ഇത് കണ്ട് ധൈര്യം വന്നു. കുറെ പേരെ പോയി കേട്ടിട്ടല്ലേ? എന്ത് അങ്ങനെയല്ല, നമ്മൾ പറയുന്നതിന്റെ ഒരു മൂഡിലൊക്കെ നല്ല കാര്യല്ലേ? ഇങ്ങനെ തരുമ്പോ നമുക്കൊന്ന് കേറി കേറി എനർജി ആയി പോവാം. അതുകൊണ്ട് അതാണ് ആര് നാണം പിടിച്ച് നാണക്കെട്ട് ഓക്കെ എനിക്ക് പെണ്ണാണ്, എനിക്ക് പ്രായം കൂടിയല്ലേ, ഞാൻ യങ്ങറായിട്ടുള്ള ഒരു ആളെ ഞാൻ സ്നേഹിക്കുന്നു, അവര് തമ്മിൽ നല്ല മാച്ചാണ്, നല്ല വൈബാണ്, നല്ല കണക്ഷൻ ഉണ്ട്, അവര് ഹാപ്പി ആണെങ്കിൽ ഈ പേടിച്ചിരിക്കാതെ അതാണ് മീര ജാസ്മിന്റെ കൂടെ അഭിനയിച്ച ആൾക്കാർ എടുത്ത് നോക്കിയാൽ മമ്മൂക്ക, ലാലേട്ടൻ, അതിനുശേഷം അടുത്ത നായകൻ ആര് എന്നുള്ള ചോദ്യത്തിന് അശ്വിൻ ജോസ് എന്നാണ് ഉത്തരം വന്നേക്കുന്നത്.
സന്തോഷമായില്ലേ? ഇഷ്ടായി, അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയ ഒക്കെ കടന്നു വന്നു. കാരണം എന്താ വെച്ചാൽ മറ്റേ നീ കഴിച്ചോടാ മുത്തേ, ഇല്ലെങ്കിൽ ചേട്ടൻ കഴിക്കൂലടാ ഈ സാധനം, രാത്രി ലേറ്റ് നൈറ്റ് കോൾസ്. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ എന്തൊക്കെയായിരുന്നു ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ? ആദ്യം തുടങ്ങി, അപ്പത്തേക്ക് ഞാൻ ഓർത്ത് ടൈം കിട്ടും എനിക്ക്. വയ്യാതെ കിടക്കുമ്പോ പനിയാണോ തലവേദന എന്നൊക്കെ പറയുമ്പോ ഞാനിപ്പോ വിക്സ് തേച്ചു. എങ്ങനെയുണ്ട്? എനിക്ക് കുറവാണ്. പോയിന്റ് ഇത് പറയേണ്ടത്, സിനിമയിൽ കാണിക്കുമ്പോ ഇത് ക്രിഞ്ചും റിയൽ ലൈഫിൽ ഈ ക്രിഞ്ച് ഭയങ്കരമായിട്ട് നടക്കുന്നു. അല്ല, അത് എപ്പോഴും അങ്ങനെ. നമ്മൾ ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ തേർഡ് പേഴ്സൺ ആയിട്ട് കാണുമ്പോൾ നമുക്ക് ഭയങ്കര, നമുക്ക് കാണുന്നവർക്ക് ക്രിഞ്ച് പോലെ തോന്നും. ചിലപ്പോ ചില കപ്പിൾസ് ഒക്കെ ഓവറായിട്ട് സ്നേഹം, നമുക്ക് അതൊക്കെ ഒരു ക്രിഞ്ച് പോലെ തോന്നാറുണ്ട് അല്ലേ? നമ്മൾ ഒരിക്കലും ജഡ്ജ് ചെയ്യരുത്. ബട്ട് ഇത് ഞാനിതൊരു സിനിമയും റിയൽ ലൈഫും വെച്ചൊന്നൊരു ചെറിയ കമ്പാരിസൺ നോക്കിയതാ. അല്ല, അതെന്താ പറയാ, ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ടിന്റെ അവന്റെ ഗേൾ ഫ്രണ്ട് അവനെ വിളിക്കുന്ന ചച്ചു എന്നാ. ഞാനിങ്ങനെ ചച്ചു. അപ്പൊ അവൻ എന്നോട് നിന്നെ എന്താ അവള് വിളിക്കുന്നത്? ഇച്ചു. അപ്പൊ എന്താ പറഞ്ഞാ, ഞാൻ ചച്ചൂന്ന് കേട്ടിട്ട് എനിക്കത് ക്രിഞ്ച്. ഇതേ സംഭവം എന്നെ വിളിക്കുമ്പോഴോ അതല്ലേ. അപ്പൊ നമ്മളുടെ വിമർശനം അതുപോലൊക്കെ തന്നെയാ. ഇതില് മീരയ്ക്ക് ഏതൊക്കെ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റി? എനിക്ക് ഫസ്റ്റ് ലവ് ലെറ്റർ കിട്ടുന്നത് എൻ്റെ 7th സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് എനിക്ക് ലെറ്ററാണ് കിട്ടിയത്. എനിക്ക് ഇന്നും ആ ദിവസം ഓർമ്മയുണ്ട്. ലെറ്റർ കിട്ടുമ്പം നെഞ്ചത്ത് ഇങ്ങനെ ഡിം 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 ഡിം. എന്നെക്കാളും 2 years സീനിയർ ഒരു വ്യക്തി. അപ്പം ഇത് കിട്ടിയപ്പം അല്ല 7th അല്ല 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ അപ്പൊ എന്നെക്കാളും 2 വയസ്സ് മൂത്ത്. അപ്പം ഇത് കിട്ടിയപ്പോഴത്തേക്കും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് കേട്ടോ. ബിക്കോസ് നമ്മളെ ഒരാൾ പ്രണയിക്കുന്നു, എന്തോ ഒരു എക്സൈറ്റ്മെന്റാ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ലെറ്റർ കിട്ടുമ്പോഴത്തേക്ക് ബെസ്റ്റ് ഫ്രണ്ട്സിനെ എല്ലാം വിളിച്ചിട്ട് എനിക്ക് ലെറ്റർ കിട്ടി എന്ന് പറഞ്ഞിട്ട് ഇന്റർവെൽ ടൈമിലാ ഇരുന്ന് വായനയാ തുറന്ന് ഈ ബെസ്റ്റ് ഫ്രണ്ട്സിനെ മാത്രം. എന്റെ കരളിന്റെ കരളായ പൊരുളെ സ്ഥാനായിരുന്നു. ഇംഗ്ലീഷിലായിരുന്നു. ഓ ഇംഗ്ലീഷായിരുന്നു, സോറി ഇവർ ഇംഗ്ലീഷ് മീഡിയം കുട്ടികളാണല്ലോ. ലിവറിന്റെ ലിവറാണ്, കരളല്ല ലിവറായിരുന്നു. സോ അതെനിക്ക് ഓർമ്മയുണ്ട് ഭയങ്കരമായിട്ട്. പക്ഷെ ഇത് കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ആളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര നാണവും ഓടിപ്പോവും. ഇയാള് അവിടെ അന്നായിട്ട് ഇയാള് വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് താനും. കണ്ടു കഴിയുമ്പോൾ ഒറ്റ ഓട്ടമാണ്. ഇതാ എനിക്ക് ഏറ്റവും ആദ്യം ഓർമ്മയുള്ളത്. അങ്ങനെ ഒരു കെയറേഷ്യായിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു, മുത്ത് കഴിച്ചോടാ, പല്ല് തേച്ചോടാ, അങ്ങനെയുള്ള ഉണ്ടായിട്ടുണ്ടേ. നോട്ട് അപ്പോഴല്ല, പിന്നെ ലേറ്റർ സ്റ്റേജില് അതിലൊന്ന് ജീവനം കൊണ്ട് ഓടുകയായിരുന്നു. കഴിച്ചോ അയ്യോ എല്ലാം ഉണ്ട്, ഭയങ്കര കെയറിങ്ങും എല്ലാം. അല്ല ആക്ച്വലി നമ്മളിങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാലേ, അതായത് ഒരു ബ്രേക്കിന് ശേഷം മീര ജാസ്മിൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും ഭയങ്കര സീരിയസ് മീര ജാസ്മിൻ ആയിട്ട് നമുക്കൊക്കെ ഫീൽ ചെയ്യുന്നു അല്ലേ? അതായത് ഭയങ്കര പക്വത വന്നു. നമ്മൾ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴും ഏജ് ആവുമ്പോഴും യു ഡെഫിനറ്റ്ലി ഇവോൾവ് ആസ് എ പേഴ്സൺ and then you become more wiser. ഇനിയും 5 years from now I hope I'll be more wiser. നമ്മളുണ്ടല്ലോ നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് and we become more settled and calmer. ഈ കുറെ കാലങ്ങൾക്ക് ശേഷം ഇൻസ്റ്റഗ്രാമിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും മീര ജാസ്മിനെ കാണാൻ ആഗ്രഹിച്ചിരുന്നവർക്കൊക്കെ കുറെ സാധനങ്ങളും കിട്ടി. സ്ഥിരമായിട്ട് ഇതിനകത്ത് എന്തെങ്കിലും മെസ്സേജുകളോ എന്തെങ്കിലുമൊക്കെ നോക്കാറുണ്ടോ? ഒരുപാട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അതിലോട്ടങ്ങ് ലയിച്ചു പോകും. പിന്നെ ഓഫ് കോഴ്സ് നല്ല ഗുഡ് കമന്റ്സ് ഒക്കെ വരാറുണ്ട്, അത് നോക്കാറുണ്ട്. എനിക്ക് അതൊക്കെ നോക്കാൻ ഇഷ്ടം. എല്ലാ പെൺകുട്ടികൾക്കും ഒരു കമന്റ് എങ്കിലും അല്ലെങ്കിൽ ഒരു മെസ്സേജ് എങ്കിലും വന്നിട്ടുണ്ടാവും, വല്ലാതെ ഇഷ്ടമാണ്, കല്യാണം കഴിച്ചോട്ടെ എന്ന്. സെലിബ്രിറ്റികളുടെ കാര്യമാകുമ്പോൾ പിന്നെ പറയുകയും വേണ്ട. അങ്ങനെയുള്ള ഇഷ്ടംപോലെ കമന്റുകൾ കാണാറില്ലേ? അല്ലെങ്കിൽ മെസ്സേജ് കാണാറൊന്നുമില്ലേ? കാണാറുണ്ട് ഇടയ്ക്ക്. അതിൽ ഇങ്ങനെ ഇരുന്ന് ഒരുപാട് വായിക്കുമോ ചോദിച്ചാൽ ഒരുപാട് ചിലപ്പം എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് ആക്ച്വലി. ആണോ? ഇരാജാസ്മിനോട് പറയണോന്ന് പറഞ്ഞു. ആണോ? കേട്ടോ, എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. ഇരാജാസ്മിനോട് പറയണേ എനിക്ക് വളരെ ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ അവന്റെ കാര്യം ഞാൻ പറയണോന്ന്. ആ എഴുതിയവർ ഏതായാലും എന്റെ ആഗ്രഹം സഫലമായി കേട്ടോ. പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞു. ആണ് എന്തെങ്കിലും മറുപടി പറയാനുണ്ടോ? അറ്റ്ലീസ്റ്റ് ചിന്തിച്ചല്ലോ പുള്ളി. ഈ സിനിമയുടെ ഞാനൊരു ക്ലീശ ചോദിച്ചോട്ടെ, ഒരു വളരെ രസകരമായ ഒരു അനുഭവം ഓർത്തെടുക്കാൻ പറ്റുമോ? എനിക്ക് എന്താ വിളിക്കണ്ടേന്ന് അറിയത്തില്ലായിരുന്നു ആദ്യം. അപ്പൊ ആദ്യത്തെ ആദ്യത്തെ ഒരു 10 ദിവസത്തിൽ ഞാൻ മറ്റേ എനിക്ക് ഓർമ്മയുണ്ട്, കുറെ സൗണ്ടുകൾ വെച്ചാണ് ഞാൻ സംസാരിച്ചോണ്ടിരുന്നത്. ഓർമ്മയുണ്ട്. എന്നിട്ട് ഒരു ദിവസം എന്നോട് പറഞ്ഞു എന്താ പറ്റി, അല്ല ഞാൻ എന്താ വിളിക്കണ്ടേ? അപ്പൊ എന്നോട് പറഞ്ഞു പേര് വിളിച്ചോ. അപ്പോഴാണ് എനിക്കൊരു
ഞാൻ പറഞ്ഞ എനിക്ക് അതൊരു സിറ്റുവേഷൻ ആണ്. അത് ശരിയാ, സത്യമാണ്. ഇതെങ്ങനെ മനസ്സിലാക്കിയേ എനിക്ക് മനസ്സിലായി എന്താ വിളിക്കാൻ എന്ന്. മീരയ്ക്ക് ഇങ്ങനെ ശ്രദ്ധിക്കപ്പെട്ട ഇതിപ്പോ ഞാനും പേര് വിളിക്കുന്ന നേരെ എന്നോട് ചോദിക്കാം എനിക്ക് ആരോടും അങ്ങനെ തോന്നിയിട്ടുണ്ടോ. ഞാൻ പക്ഷെ എല്ലാരെയും കൂടുതൽ എന്നെക്കാളും ഇത്രയോ ഞാൻ അവരെ ചേച്ചി എന്നൊക്കെ വിളിക്കും, അല്ല ചേട്ടാ. ഐ എം ക്വൈറ്റ് യൂസ്ഡ് ടു ദാറ്റ്. ആണ്. ഈ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും ഇങ്ങനെ ഹോളിഡേ ഇന്നിൽ ഇരിക്കുമ്പോഴത്തേക്കും അശ്വിന അവിടെ ആ സ്റ്റേ കേസിന് അവിടെ നിന്ന് പല തരത്തിൽ ഫോട്ടോസ് എടുത്തോണ്ടിരിക്കുക. അപ്പൊ ഒരാൾ എന്നോടൊന്ന് ചോദിക്കുക, മുകളിൽ മീര ജാസ്മിൻ ഉണ്ടോ? ഉണ്ട്. അവിടെ ആരോ ഒരു ഫ്രീക്കൻ പയ്യൻ അങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ച് നിൽക്കുന്നത് എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ മീര ജാസ്മിന്റെ നായകനാണ്. മീര ജാസ്മിന്റെ നായകനോ? അതോ ഈ ഫ്രീക്കൻ പയ്യനോ എന്നുള്ളതായിരുന്നു. ഈ ഫ്രീക്കൻ പയ്യൻ മനഃപൂർവ്വം കൊണ്ടുവരുന്ന റിയാലിറ്റിയിലൊന്ന് പറഞ്ഞേ, ശരിക്കും അയാൾ എന്താ റിയാക്ട് ചെയ്തത്? അങ്ങനെ തന്നെ. അത് ആരാണോ അങ്ങനെ വ്യക്തമല്ല ഇവനാ ആരെ പോടി അതല്ല പറഞ്ഞത്, സത്യം പറ. അല്ല, കാരണം ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇത്രയും ചെറിയ പയ്യനാണോ നീര ജാസ്മിന്റെ നായകൻ എന്നുള്ളത്. ഈ ഒരു ചോദ്യം മീര ജാസ്മിൻ ചോദിച്ചിരുന്നോ സംവിധായകനോടോ ആരോടെങ്കിലും? കഥാപാത്രം അതാണല്ലോ ആവശ്യപ്പെടുന്നത്, അതുകൊണ്ട് കറക്റ്റാ. അപ്പൊ എനിക്കൊന്ന് ഞാൻ ഈ സിനിമ ഞാനാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുത്തതെന്ന് വെച്ചാല് ഞങ്ങള് തമ്മിലുള്ള ഈ ഏജ് ഡിഫറൻസ് തോന്നിപ്പിക്കണം. എപ്പോഴും യങ്ങായിട്ട് നിക്കുന്നത് കൊണ്ട് അയ്യോ ഞാൻ സത്യസന്ധമായി പറഞ്ഞ VKP സാറ് മറ്റേ ബാംഗ്ലൂരിൽ ഞങ്ങള് മീറ്റിങ്ങിന് പോയ സമയത്ത് ഞാൻ നല്ലതായിട്ട് ഫുഡ് കഴിക്കുന്ന ആളാണ്. അപ്പൊ ഞങ്ങളിങ്ങനെ സാറും മറ്റേ ഫുഡ് ഞങ്ങളെല്ലാരും ടീമെല്ലാം ഫുഡ് കഴിക്കുക. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടേ ഷൂട്ട് ചെയ്യാൻ കുറച്ച് ദിവസം കൂടി ഉള്ളു. സാറ് എടാ നീ ഇങ്ങനെയാണോ വരുന്നത്, വണ്ണമൊക്കെ കുറയ്ക്കണ്ടേ? സാറ് ഇതിപ്പോ ഈ ലാസ്റ്റ് മൊമെന്റില് നീ വണ്ണം കുറയ്ക്കണം കേട്ടോ, മീര നിനക്ക് അറിയില്ലല്ലോ, നീ കണ്ടാൽ നിനക്ക് മനസ്സിലാവും. പിന്നെ ഒരു പട്ടിണി കിടപ്പും വർക്കൗട്ട് എന്തൊക്കെ ചെയ്തിട്ടാണ്. എന്നിട്ടും പിടിച്ചു നിൽക്കാൻ വലിയ പാടാണ്. സത്യം പറയണമല്ലോ, അതൊരു സത്യമാണ്. പക്ഷെ എന്നാലും ഞാൻ വളരെ ആത്മാർത്ഥമായി സത്യസന്ധമായും ചോദിക്കുകയാണ്, ഇങ്ങനെ നിലനിൽക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യാറുള്ളത്? കുറെ പെൺകുട്ടികൾക്ക് ഒരു പ്രചോദനം ആയിക്കോട്ടെ പ്ലീസ്. നെഗറ്റിവിറ്റി ഒഴിവാക്കാം, നെഗറ്റീവായിട്ട് മാക്സിമം ചിന്തിക്കാതിരിക്കുക. അതായത് എന്നെ പറ്റിയും മറ്റുള്ളവരെ പറ്റിയും. ദാറ്റ് ഈസ് നമ്പർ 1. നമ്പർ 2, ഐ ട്രാവൽ എ ലോട്ട്. ആൻഡ് വെൻ ഐ ട്രാവൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും. ആൻഡ് വി ആർ നത്തിങ്. നമ്മൾ ഈ പ്രപഞ്ചത്തൊന്നും അല്ല. വി ആർ ജസ്റ്റ് ലൈക്ക് നമ്മൾ വന്നു പോകുന്നു. ബുദ്ധൻ പറയുന്ന പോലെ മിഡിൽ പാത്ത് എപ്പോഴും ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. ബുദ്ധൻ്റെ ടീച്ചിങ്സിലുണ്ട് ഡോണ്ട് ഗോ ടു എക്സ്ട്രീം, ഇതിൽ പോകാതെ നടുക്കൂടെ സഞ്ചരിക്കുക. സോ ദാറ്റ് ഹെൽപ്സ് എ ലോട്ട്. ആൻഡ് ഐ ട്രൈ ടു ഈറ്റ് ക്ലീൻ. ഐ എൻജോയ് വാട്ട് എവർ ഇഷ്ടമുള്ളതൊക്കെ കഴിക്കും, പക്ഷെ അതിൽ കുറേയൊക്കെ നോക്കും. പിന്നെ ജസ്റ്റ് ലൈഫ് ഇസ് ടു ഷോർട്ട്, യു ഹാവ് ഫൺ, എൻജോയ്, ലവ്. പാലും പഴവും സിനിമയുടെ ടൈറ്റിൽ പോസ്റ്റർ അല്ലെങ്കിൽ ഇങ്ങനെ ട്രെയിലറൊക്കെ കണ്ടിട്ട് ഭാര്യ എന്താ പറഞ്ഞേ? അയ്യോ അവർക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ഇത് ഈ സിനിമ കിട്ടിയപ്പോ തന്നെ ഇതിന്റെ VKP സാർ എന്നെ വിളിച്ചിട്ട് എനിക്ക് അങ്ങനെ സാറ് വിളിച്ചത് ഭയങ്കര എനിക്ക് അശ്വിൻ്റെ കൂടെ ഒരു പടം വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, അശ്വിൻ ഒരു കഥ കേട്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് വർക്ക് ചെയ്യാം. അങ്ങനെ എന്നോടൊന്നും അങ്ങനെ പറയേണ്ട കാര്യം ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കഥ കേട്ട് ഇപ്പം മീര ജാസ്മിൻ ആണ് ഓപ്പോസിറ്റ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ മുഖത്ത് വലിയ റിയാക്ഷൻ ഒന്നും കൊടുക്കാതെ മീര ജാസ്മിൻ മീര അല്ലേ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് വീട്ടിൽ ചെയ്തിട്ട് മറ്റേ വീഡിയോ കോൾ ചെയ്തിട്ട് വൈഫ് അപ്പൊ അവള് ഗൾഫിലാണ് വർക്ക് ചെയ്തത്. അപ്പത്തേക്കും വീഡിയോ കോൾ ചെയ്തിട്ട് ഹീറോയിൻ എന്ന് പറഞ്ഞ അവള് ഭയങ്കര സന്തോഷം. എല്ലാരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മുടെ വീട്ടിലും എന്റെ നാടുണ്ട് തിരുവല്ല, ഞങ്ങള് സെയിം നാട്ടുകാരാ. അപ്പൊ എന്താ വെച്ചാൽ ഞങ്ങളുടെ നാട്ടിലുള്ളവരും എൻ്റെ കസിൻസും എല്ലാവരും എനിക്ക് തോന്നുന്നു ഞാൻ സിനിമ വന്നിട്ട് ഇങ്ങനെ എക്സൈറ്റ്മെന്റ് അവർ എൻ്റെ ഒരു സിനിമ വരുന്നത് ഇപ്പോഴാണ്. ആണല്ലേ? ഞാൻ ഇന്നൊരു പെട്ടെന്ന് ഈ തിരുവല്ലയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ഒരു കമന്റ് കണ്ടതാ, ഈ തിരുവല്ലക്കാരെല്ലാം ഭയങ്കര സുന്ദരികളാ, മീര ജാസ്മിൻ, നയൻതാര എല്ലാം തിരുവല്ലക്കാരാണെന്ന്. നിങ്ങളുടെ നാടിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇനി ഞങ്ങളൊന്നും അറിയാത്ത എന്തെങ്കിലും പ്രത്യേകത? ഭക്ഷണത്തിന് എന്തെങ്കിലും എക്സ്ട്രാ? I think we are happy. You are beautiful because when you are happy, radiant ആവും. ഹാപ്പിനെസ് നേരത്തെ പറഞ്ഞല്ലേ, നെഗറ്റിവിറ്റി ഒഴിവാക്കുക, അതാണ് മെയിൻ ഇതിനകത്ത് ഏറ്റവും വലിയൊരിത്. ഈ സാധാരണ നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോഴത്തേക്കും മീര നല്ല സ്പീഡിൽ നമ്മളെപ്പോലെ എന്നെ പോലെ സംസാരിക്കുന്ന ആളാണ്, പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ സംസാരിച്ചു വരുമ്പോൾ വളരെ സ്ലോ പേസ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണല്ലോ. സ്ലോ ആണോ? ആ അതെ അതെ അതെ, ഇതെന്റെ ഫാസ്റ്റ് മോഡാണ്, ഇതെന്റെ ഫാസ്റ്റ് മോഡാണ് ആണല്ലേ? അല്ല പക്ഷെ നമ്മള് സിനിമയിൽ കാണുമ്പോഴത്തേക്ക് നല്ല സ്പീഡ്, അപ്പൊ അതിനു വേണ്ടി ബുദ്ധിമുട്ടാറുണ്ടോ? ചാതുര്യം ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. ഞാൻ അത്ര ആർട്ടിക്കുലേറ്റ് അല്ല.
ഐ സേ ദാറ്റ് ഓൾ ദ ടൈം. ഇവൻ ഏത് ഭാഷയിലും ഞാൻ അത്ര ആർട്ടിക്കുലേറ്റ് അല്ല, അത് ഞാൻ വ്യക്തമായിട്ട് പറയണം. പക്ഷേ ഐ ഹാവ് ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ്. മൈ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ആർ വെരി സ്ട്രോങ്. ഇപ്പോൾ ഒരു കഥാപാത്രത്തെ പറ്റി എന്താ പറയുക എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷിലും പറയാൻ പറ്റത്തില്ല, മലയാളത്തിലും അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. ബട്ട് ദെൻ ഇമോഷണലി എനിക്ക് ഉള്ളിലുണ്ട്. ഐ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. സ്വന്തം ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം സിനിമയിലേക്ക് വേണ്ടിയിട്ട് കൊടുത്തായിരുന്നു? എപ്പോഴും ഏത് സിനിമ ചെയ്യുമ്പോഴും നമ്മൾ ലൈഫിന്റെ എക്സ്പീരിയൻസ് ആണല്ലോ വേറെ ഫോമാറ്റിൽ കൊടുക്കുന്നത്. ഇറ്റ്സ് ഓൾ ലൈഫ് എക്സ്പീരിയൻസസ്. ഐ തിങ്ക് ദാറ്റ് ഒരു ആക്ടറിനെ പെർഫോം ചെയ്യാൻ സഹായിക്കുന്നത്. പക്ഷേ അത് ഓരോ സിനിമയിലും ഓരോ കഥാപാത്രവും പല പാക്കേജ് പല രീതിയിലാണ് അതിനെ പല ഫോമാറ്റിലാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിലും കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അല്ല, എന്നാലും ഏതെങ്കിലും പെട്ടെന്ന് ഇപ്പൊ വാവേ എന്ന് വിളിക്കുന്നത് അതും ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു സാധനം എന്റെ ലൈഫിലുണ്ട്, നമുക്ക് ഇതും കൂടെ ഒന്ന് ഇട്ട് നോക്കിയാലോ എന്ന് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചിരുന്ന അല്ലെങ്കിൽ പറഞ്ഞ ഒരു സാധനം ഉണ്ടോ? ആ ട്രെയിലറിൽ ഞാൻ മറ്റേ ചെയിൻ ചങ്ങല വെച്ചിട്ട് നിൽക്കുന്നതുണ്ട്. എന്റെ ഫേസ്ബുക്കിന്റെ പ്രൊഫൈൽ പണ്ടത്തെ പ്രൊഫൈൽ പിക്ചർ നോക്കിയാൽ ഇതേ സാധനം എന്ന് പറഞ്ഞാൽ ടഫായിട്ടൊക്കെ നമ്മളിങ്ങനെ നോക്കിയിട്ട് ഈ പറഞ്ഞ മൈ ലൈഫ് മൈ റൂൾസ് കൊറേ ഇഷ്ടമുള്ള ആൾക്കാർ ഒരുപാട് പേരെ ഇഷ്ടമല്ല. അന്ന് നമുക്കത് ഭയങ്കര ഇതായിരുന്നു. ആ സാധനം ഒരു പ്രധാനം ഒക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്. ഈ ഉർവശി അമ്മയ്ക്ക് ശേഷം ശാന്തികൃഷ്ണ അമ്മ എങ്ങനെയുണ്ടായിരുന്നു? രണ്ടുപേരും തമ്മിലുള്ള ഒരു സിമിലാരിറ്റി എന്താണ്? കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഉർവശി ചേച്ചി ഒരു ടൈപ്പ് ആക്ടറാണ്, ശാന്തികൃഷ്ണ ചേച്ചി വേറൊരു ടൈപ്പ് ആക്ടറാണ്. രണ്ട് 2 ഡിഫറെന്റ് ആക്ടേഴ്സ് ആണ്. പിന്നെ ഈ അച്ചുവിന്റെ അമ്മ ആയിരിക്കുമല്ലോ നമ്മുടെ മനസ്സിൽ എന്റെ കോമ്പിനേഷൻ, അതും പാലും പഴവും ഡിഫറെന്റ് ആണ്. സോ ക്യാരക്ടറൈസേഷനും ഡിഫറെന്റ് ആണ്. ഈ അമ്മയും മകളും അല്ല ഈ അമ്മയും മകളും. ചില എലമെന്റ്സ് ഉണ്ട് അതിൽ, കോമൺ എലമെന്റ്സ് ഡെഫിനറ്റ്ലി ഉണ്ട്. പക്ഷെ അതിൽ ഡോമിനേറ്റ് ചെയ്യുന്ന എലമെന്റ്സ് ഡിഫറെന്റ് ആണ്, എൻറ്റയർലി ഡിഫറെന്റ്. സോ ദിസ് ഈസ് ഡിഫറെന്റ് ആൻഡ് ദിസ് ഈസ് ആണ്. ഈ 10-20 ഇന്റർവ്യൂസ് ഒക്കെ ഒരേ സിനിമയുടെ കാര്യം പാലും പഴവും പഴവും പാലും എന്ന് തിരിച്ചു മറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന മടുത്തു തുടങ്ങിയോ? സത്യസന്ധമായിട്ട് പറഞ്ഞു, കുഴപ്പമില്ല. ടയറിങ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്. പക്ഷെ ഫോർ സം റീസൺ എന്തോ ഒരു എനർജി കിട്ടി എനിക്ക്. ബിക്കോസ് നമ്മൾ കുറേ ടോപ്പിക്കിനെ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അതായത് ഒരേ മൊണോട്ടൺ. ആക്ച്വലി വീണ വിചാരിക്കുന്ന നിങ്ങൾ ഇത്രയും ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് വീണയുടെ ഇന്റർവ്യൂ ചോദിച്ച ചോദ്യങ്ങൾ ചോദിക്കും. അല്ല, വീണ വേറെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെയാ സന്തോഷമായി. അവരൊക്കെ ഓരോരുത്തരും അവരെ ആ ഒരു സോണിൽ തന്നെ കൊണ്ടുവരുന്നുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ ഇതാവുന്നില്ല. പിന്നെ നമ്മള് ഇതെല്ലാം ചെയ്യുന്ന എന്തിനാ? നമ്മള് ആളുകളെ അറിയിക്കാൻ വേണ്ടിയല്ലേ ഇങ്ങനെ ഒരു സിനിമ വരുന്നുണ്ട്, ഇതൊക്കെയാണെന്നുള്ളതാണ്. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് എനർജി വരും അല്ലേ? ഈ സിനിമ എടുക്കാൻ നേരത്തേക്ക് ഡയറക്ടർ VKP നിങ്ങൾക്ക് തന്ന ഒരു അഡ്വൈസ് എന്തായിരുന്നു? VKP എന്ന് പറയുന്ന ഡയറക്ടർ നമ്മളെ ഈ റോളും ഈ ക്യാരക്ടറും അല്ല ഈ സ്റ്റോറിയും നമ്മൾക്ക് ഞങ്ങള് കൺസീവ് ചെയ്തതിന് ശേഷം പിന്നെ പുള്ളി നമുക്കൊരു സ്പേസ് തരും. സോ അങ്ങനെ ഒരു ഇമ്പൾസീവായിട്ട് പെർഫോം ചെയ്യാൻ എപ്പോഴും VK പ്രകാശ് നമ്മളെ എപ്പോഴും ആ ഒരു സ്പേസിൽ നമുക്ക് എപ്പോഴും തരും. ഇങ്ങനെ ആദ്യം നല്ലൊരു നമ്മളെ അടുത്ത് ഈ സീനിനെ എക്സ്പ്ലെയിൻ ചെയ്യും, എന്തൊക്കെ ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് സാറിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടാവും. പിന്നെ നമുക്ക് വരുന്നത് എടുക്കുക എന്നുള്ളതാണ്. മീര ജാസ്മിൻ പാട്ട് പാടുമോ? ഇല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു നന്നായി പാടുമെന്ന്. ഞാൻ എവിടെ നിന്നൊക്കെയോ ഫീഡ്ബാക്ക് ഒക്കെ കേട്ടത് നന്നായി പാടാൻ, നല്ല പാട്ടുകാരിയൊക്കെ പാടിയിട്ടുണ്ട്. ആണല്ലേ? ആക്ച്വലി ഞാൻ കോമ്പറ്റീഷൻ സ്കൂളിൽ ഞാൻ അങ്ങനെ സ്റ്റേജിൽ ഒരു ആക്ടറായിട്ടൊന്നും ചെയ്തിട്ടില്ല. ആകെ സ്കൂളിൽ പഠിക്കുമ്പം ടാബ്ലോയിൽ ഇരിക്കും, അനങ്ങാതെ മദർ മേരി ആയിട്ടിരിക്കും. അപ്പൊ അനങ്ങണ്ടല്ലോ, ഇങ്ങനെ ഇരുന്നാൽ മതിയല്ലോ, പെർഫോം ചെയ്യണ്ട. പിന്നെ ഫ്രണ്ട്സുമായിട്ട് ഡാൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു കോമ്പറ്റീഷന് സ്റ്റേജിൽ പോയി പെർഫോം ചെയ്യുന്ന പരിപാടിയൊന്നും ഇല്ല. എനിക്ക് പേടിയായിരുന്നു. അങ്ങനെ ആക്ടിങ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ സ്കൂളിൽ ഞാൻ പാട്ട് പാടിയിട്ടുണ്ട്. കോമ്പറ്റീഷൻ പ്രൈസ് കിട്ടിയിട്ടില്ല. ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാട്ട് 2 വരി പാടാൻ പാടുകയാണെങ്കിൽ ഏത് പാട്ട്? വെരി ഗുഡ്. 1 2 3 4. പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി. അങ്ങനെ പാലും പഴവും കൈകളിൽ എന്തിക്കൊണ്ട് രണ്ടുപേരും മീര ജാസ്മിനും അശ്വിൻ ജോസും ഓഗസ്റ്റ് 23-ാം തീയതി ജനങ്ങളിലേക്ക് എത്തുകയാണ്, മലയാളികളിലേക്ക് എത്തുകയാണ്, വേൾഡ് വൈഡ് എത്തുകയാണ്. അപ്പൊ നിങ്ങളുടെ സിനിമ ഗംഭീര വിജയമാകട്ടെ, പാലും പഴവും എല്ലാ മലയാളികളെ സ്വീകരിക്കട്ടെ. അപ്പൊ ഇനി അങ്ങോട്ട് പാലും പഴവും കഴിച്ച് മലയാളികൾ മടുക്കട്ടെ അല്ലേ? ഓഗസ്റ്റ് 23 പാലും പഴവും എന്ന സിനിമ പോയി കാണണം, എൻജോയ് ചെയ്യണം. എൻജോയ് ചെയ്യും തീർച്ചയായിട്ടും. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് ഗൈസ് ആൻഡ് താങ്ക് യു സോ മച്ച്. സ്മാർട്ട് ഫോൺ ചൂസ് ചെയ്യുമ്പോൾ കേരളത്തിൽ ഒരു ഒറ്റ എക്സ്പെർട്ടേ ഉള്ളൂ, ഓക്സിജൻ, ദ സ്മാർട്ട് ഫോൺ എക്സ്പെർട്ട്.